ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നെന്താണ് ഇതുപോലെ തലയൊക്കെ ഇട്ടിട്ട് പക്ഷെ നല്ല ജീൻസൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്നെന്താ ഇതുപോലെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലൈറ്റ് അടിക്കുന്നുണ്ട്. ഇന്ന് ജസ്റ്റ് ആംഗിൾ നോക്കിയിട്ട് ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു സ്ഥലത്ത് പോയിട്ട് വരുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആയിട്ടാണ് അങ്ങനെ കുളിച്ചിട്ടോ മേലെഴുകിട്ടോ ഒന്നുമില്ല. പിന്നെ കുളിക്കാൻ മേലെഴുകൊക്കെ വേണം. ഞാനിന്ന് എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയതാണ്. അമ്മയുടെ വീട്ടിൽ പോയതാണ്. അമ്മാമ്മയുടെ വീട്ടിൽ പോയതാണ്. ഞാൻ അങ്ങനെയാണെന്ന് പറയാം. മുത്തച്ഛൻ, അമ്മയുടെ അച്ഛനെ വിളിക്കുന്നത് മുത്തച്ഛൻ, അമ്മയുടെ അമ്മേനെ വിളിക്കുന്ന അമ്മാമ്മ, അമ്മയുടെ ചേട്ടനെ വിളിക്കുന്നത് മാമനാണ്. അപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയേക്കുമായിരുന്നു. ഏഴുക്കനാട് എന്നാണ് പറയാറ്. ഏഴുക്കർനാട്. അപ്പം അച്ഛ ഏഴുക്കർനാട് എന്നൊക്കെ പറയും. ജസ്റ്റ് തമാശക്കാരനാണ്. അപ്പം നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാൻ അവിടെ അമ്മാമ്മയുടെ വീട്ടിൽ നിന്ന് പണ്ടത്തെ ഒരു സാധനമാണ്. പിന്നെ ഇത് നമ്മുടെ കടയിൽ ഇപ്പം മേടിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ത്രില്ലർ സാധനം ഉണ്ടാവും. അല്ല, എൻ്റെ ഒരു ത്രില്ലർ നിങ്ങൾ എന്തൊക്കെയാണ് ലാസ്റ്റ് ഇത് തൊട്ട് കണ്ടാലേ നമുക്കൊരു ത്രില്ലൊക്കെ തോന്നത്തുള്ളൂ. അപ്പം എന്തൊക്കെയാലും ഞാൻ ഇനി തൊട്ടിട്ടുള്ളത് കാണിക്കുന്നത്. ഇതൊക്കെ ഞാനിപ്പോൾ ഈ ഒരു പഴയ സമയം ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ അപ്പോൾ ഇത് ഒരു പെട്ടിയാണ്. അതപ്പോൾ അവർ തന്നെ തന്നതായിരുന്നു. 2 പെട്ടി ഇതുപോലത്തെ ഒരു പെട്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതുപോലെയാണ് പെട്ടി കണ്ടോ. ഞാൻ ആ സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തരാം, എന്തെങ്കിലുമൊക്കെ ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചിട്ട് എന്ന് വെച്ചിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു ഒരെണ്ണം ക്രാഫ്റ്റ് സാധനങ്ങൾക്കും അതുപോലെ തന്നെ ഒരെണ്ണം മേക്കപ്പിൻ്റെ കുറേ ഹെയർ ബൺസും അതൊക്കെ വയ്ക്കാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് ക്രാഫ്റ്റ് സാധനങ്ങളും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ പെട്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ കുറച്ച് മേക്കപ്പ് സാധനങ്ങളാണ് മേടിച്ചിട്ടുള്ളത്. മേക്കപ്പ് സാധനങ്ങളില്ല, ഇതൊരു സാധനമാണ്. ഇതൊരു സർക്കിൾ. ഇത് ഇങ്ങനെ ഇടും. എന്നിട്ട് ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് രാത്രിയൊക്കെ കടന്നുമ്പോഴാണെങ്കിലും വയ്ക്കാനൊക്കെ നല്ല സുഖമുള്ളതാണ്. ഇതാണ് ഫസ്റ്റ് ഐറ്റം. ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതാണ് ഇങ്ങനെ യൂസ്. ഇതിൻ്റെ വില ഞാൻ നോക്കിയിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ വില ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് പറഞ്ഞുതരാം. നല്ലൊരു ക്യൂട്ട് സംഭവം തന്നെയാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് നാളത്തേക്കുള്ള നിങ്ങൾ സൂക്ഷിക്കുന്നതനുസരിച്ചിരിക്കും. പിന്നെ ഇത് മാക്സിമം നിങ്ങൾ സ്ട്രെച്ച് ഫുള്ളാക്കാതിരിക്കുക. അപ്പം അതാണ് ഇത് കുറച്ചുകൂടെ വലിയത് മേടിക്കാനിരിക്കുക. ഞാനിപ്പോൾ കൊച്ചു പിള്ളേരുടെയൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഇതാണ്. ഇങ്ങനെ കുഴപ്പമില്ല, അപ്പോൾ പിന്നെ മേടിക്കും. അടുത്തതായിട്ട് ഇത് ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഈ ഒരു ഹെയർ ബാൻഡായിരുന്നു. അതിപ്പോൾ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയിട്ടുണ്ടാവുന്നത്. ഫസ്റ്റായിട്ട് ഞാൻ ഒരെണ്ണം മേടിച്ചു. പിന്നെ അതിൻ്റെ സെപ്പറേറ്റ് വേറെ ഒരെണ്ണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മേടിക്കലാന്ന്. എനിക്ക് ഈ മോളിൽ കെട്ടുകളായിട്ട് നല്ല ഇഷ്ടമുള്ളതാണ്. ഇത് വെച്ചിട്ട് ചക്കരക്ക് ഞാൻ അപ്പം ഇതും അടുത്തതാണ്. അടുത്തതായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇതാണ്. ഇതിൻ്റെ പേര് നിങ്ങളിപ്പോൾ ന്യൂ ട്രെൻഡാണ് ഇപ്പോൾ അത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാൻഡ് എടുത്തിട്ട് തലയിൽ കെട്ടുക. അപ്പം ഇങ്ങനെ ഇതിങ്ങനെ വെള്ളം വിടർന്ന് ഇരിക്കും. അതാണ് ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് എന്താ, ഫസ്റ്റ് മേക്കപ്പ് ഐറ്റംസ് തീരട്ടേന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ക്രാഫ്റ്റ് ഐറ്റംസിലോട്ട് പോകാമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു മിനിറ്റ്. അപ്പം ഞാൻ അടുത്തതായിട്ട് ഇതാണ് മേടിച്ചിട്ടുള്ളത്. എനിക്ക് അമ്മയ്ക്ക് മേടിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഉള്ളൂ. ഹെയർ കളറാണ് ഇത്. അമ്മയ്ക്ക് മേടിച്ചതാണ്. അമ്മയ്ക്ക് മച്ചയ്ക്കൊക്കെ തലയിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുകയാണ്. അതൊക്കെ നല്ലതല്ല. ഓക്കെ, ഒന്നുമില്ല. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് മേടിച്ചിട്ടുള്ളത് ഇതാണ്. ഇത് അമ്മയുടെ തന്നെയാണ്. ഇതിപ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ കയ്യിലെടുക്കണം. നല്ലൊരു കളറിലുള്ള നല്ല രസമില്ല പിച്ചുകളുടെ പോലെ ആയിരിക്കും. അടുത്തതായിട്ട് ഇത് അമ്മയ്ക്ക് മേടിച്ചിട്ടുള്ളതാണ്. ഇതിനൊരു മിനിറ്റ് നിങ്ങൾക്ക് മേടിക്കണമെന്നുള്ള പറഞ്ഞാൽ മതി. ഇതിനൊക്കെ ഒരു മിക്കവാറും ഒരു 13 രൂപയായിരിക്കണം. കാരണം ഇതിനും 13 രൂപ തന്നെയാണ്. ക്ലിപ്സിലെല്ലാത്തിനും ഒരേ വില തന്നെ ആയിരിക്കും. പിന്നെ മോഡേൺ ടൈപ്പിലുള്ളത് ഉണ്ടാവില്ല. ഇത് 13 രൂപയ്ക്കുള്ളതാണ്. ഇതും 13 രൂപയ്ക്കുള്ളത് തന്നെ ആയിരിക്കണം.
അതുപോലെ തന്നെ ഇത് കുറച്ച് ക്ലിപ്സൊക്കെ അമ്മ മേടിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മിക്കവാറും ഇതെല്ലാം 13 രൂപയ്ക്കുള്ള തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു. ഫസ്റ്റ് വൺ ഇതാണ് ഈ ഡിസൈനിലുള്ളത്, ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ്. സെക്കൻഡ് വൺ നമ്മൾ ബണ്ണ് പോലെയൊക്കെ എടുത്തിട്ടുള്ളത്. എൻ്റെ മുടി വെട്ടിയതാണ്. ഇതൊരു ബട്ടർഫ്ലൈ ലുക്കിലുള്ള ഷേപ്പിലുള്ളതാണ്. കണ്ടോ, ഈ ഒരു ഷേപ്പിരിക്കും. രണ്ടും ഇഷ്ടം. അടുത്തതായിട്ട് മേടിച്ചിട്ടുള്ളത് ഇതൊരു ഓട്ടയുള്ള ടൈപ്പാണ്. ഈ ഒരു അശ്വത്ത് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു അപ്പം അമ്മ മേടിച്ചതാണ്. ഇതൊരു എസ് രീതിയിൽ മേടിച്ചതാണ്. അമ്മ സ്റ്റൈലൊക്കെ ഉദ്ദേശിച്ച് മേടിച്ചാണ് സാധിച്ച്. എങ്ങനെ വെച്ച് നോക്കിയാൽ ഇങ്ങനെ ഈ ഒരു ഷേപ്പ് വെച്ചാണ് ഒരു ഇങ്ങനെ ഒരു വരാൻ. ഇങ്ങനെ വെച്ചാൽ എസ് ആണ്. നോക്കട്ടെ, എന്താ ഇങ്ങനെ വെച്ചാൽ എസ് ആണ്. ഇങ്ങനെ വെച്ചാൽ എസ് കണ്ടോ. അപ്പം അടുത്തതായിട്ട് ഉള്ള ഈ ഒരു ക്ലിപ്പാണ്. അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഷേപ്പ് പോലെ. ഇത് വേറെ ടൈപ്പായിട്ടുള്ളൊരു ഇതാണ്. ഈ ഒരു അടുത്ത ക്രാബ്. ഓക്കെ, അപ്പം അടുത്ത എന്താണ് നമുക്കുള്ളത് നോക്കാം. അപ്പം അടുത്തതായിട്ടുള്ളത് നോക്കട്ടെ. പിന്നെ നമുക്കിനി ക്രാഫ്റ്റ് ഐറ്റംസിലോട്ട് പോവാം. ക്രാഫ്റ്റ് ഐറ്റംസിൽ നമുക്ക് ലാസ്റ്റാണ് നമുക്ക് ത്രില്ല് വേണ്ടത്. ത്രില്ലിനൊക്കെ നമ്മൾ കാത്തിരുന്നോളാം. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പെയിൻസ് ആണ് മേടിച്ചിട്ടുള്ളത്. ഇത് പേൾ മെറ്റാലിക് ഗോൾഡ് ആണ്. പേൾ മെറ്റാലിക് ഗോൾഡ് ഞാൻ കാണിച്ചു.